എടുത്ത് വെളിയിൽ കാണിക്കടാ. ഇന്നത്തെ പരിപാടി എന്താ പറ? ഇന്നത്തെ പരിപാടി നമ്മുടെ ചുറ്റുളങ്ങര അശ്വതി മഹോത്സവമാണ്. മീനഭരണി മഹോത്സവം. ഓക്കെ. അതിന് ഡ്രസ് കിട്ടില്ല. ഡ്രസ് കാണിച്ചു. തിരി. അപ്പൊ ഇന്ന് അശ്വതി മഹോത്സവമാണ്. നാളെ മീനഭരണി. നാളെ രാവിലെ അല്ലടാ? യെസ്. അപ്പൊ നമ്മള് എല്ലാരും കൂടെ ഇന്ന് കുതിരയും കൊണ്ട് അവിടെ ഇവിടെ എല്ലാം കുറെ ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ കുതിരയും കൊണ്ട് ചെട്ടുളങ്ങര അമ്പലത്തിലോട്ട് പോകുന്ന പരിപാടിയാണ്. കുതിര കാണിച്ചു കൊടുക്കാം. ഗൈസ് നമ്മുടെ കുതിര ആക്ച്വലി മേൽക്കൂടാരം കൂടെ വെക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. കുതിര എക്സ്പ്ലെയിൻ ചെയ്തത് നിനക്ക് തുള്ളാനായിരുന്നില്ല. കുതിര എക്സ്പ്ലെയിൻ ചെയ്ത് വിടറാ. കുതിരക്ക് വലിപ്പമുണ്ടോ? ഓക്കെ. എടാ കുതിര എക്സ്പ്ലെയിൻ ചെയ്തു. എടാ എന്ത് സംഭവം ആൾക്കാർക്ക് അറിയാത്തവർക്ക് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ ഇന്ന് ഇതിന്റെ സംഭവം എന്താ? കുതിര കൊണ്ടുവന്നേ നമ്മുടെ ചെട്ടുളങ്ങര 13 കാര്യം കുംഭഭരണി നടത്തും. അപ്പൊ അതിന്റെ ഒരു മിനിയേച്ചർ രീതി നമ്മള്, അതായത് പിള്ളേർ സെറ്റ് എല്ലാവരും കൂടെ എത്ര വയസ്സിന് താഴെയുള്ളവർക്ക് ചെയ്യാൻ പറ്റും? അങ്ങനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മാക്സിമം എത്ര ഹൈറ്റ് ചെയ്യാൻ പറ്റും? 20 അടി വരെ കുതിര നമുക്ക് കൊണ്ടാൻ പറ്റും. 2 വർഷം കൊണ്ട് 20 അടി. ഓക്കെ. അടുത്ത വർഷം ഗോപീശന്റെ കട്ട്. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ കുതിര. കുതിരയുടെ പേരെന്താ? തത്വമസി. നമ്മൾ ആദ്യത്തെ കുതിരയുടെ പേരെന്താ? അത് അപ്പത്തിരിപ്പുണ്ട് ഗൈസ്. നമ്മൾ കുറച്ചു മുമ്പ് കാണിച്ചില്ലേ നമ്മൾ ആദ്യത്തെ കുതിര അല്ലേ? ഇതാണ് ഗൈസ് പണ്ടത്തെ കുതിര. നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോ ഇപ്പൊ കാണാം. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ കുതിരയായിരുന്നു നമ്മുടെ. അത് കഴിഞ്ഞ് ഇപ്പൊ അപ്ഗ്രേഡ് ചെയ്ത് ആ കുതിരയാക്കി. ഇതിന്റെ അന്നത്തെ പേര് പാർത്ഥസാരഥി എന്നായിരുന്നു കേട്ടോ. നമ്മൾ കുംഭഭരണിക്ക് കാണത്തില്ലേ വലിയ കുതിരകൾ, അതിന്റെ ഒരു മിനിയേച്ചർ സംഭവം. എല്ലാ വീട്ടിൽ നിന്നും ചെട്ടുളങ്ങരയിലെ എല്ലാ കരയിൽ നിന്നും ഒത്തിരി ആൾക്കാർ പിള്ളേർ സെറ്റ് എല്ലാം കൂടെ കൂടി കുട്ടി കുതിരയായിട്ട് അമ്പലത്തിലോട്ട് കൊണ്ടുവന്ന പരിപാടി. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഓരോന്നായിട്ട് കാണിച്ചു തരാം. മേൽക്കൂടാരം കേട്ടാൻ പോവാണ്. ഒത്തിരി കുതിരയും കൊണ്ട് പോകുന്നുണ്ടോ? ഇഷ്ടംപോലെ ഇങ്ങനെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ മേൽക്കൂടാരം നമ്മുടെ കുതിരയുടെ മുകളിലോട്ട് വെക്കാൻ പോവാണ്. കണ്ടാ തത്വമസി എന്നൊക്കെ എഴുതിയിട്ട്. ഇതാണ് നമ്മുടെ കുതിര. ഓക്കെ. ഇത് പഴയ കുതിര. യെസ്. ഓ അടിപൊളി. പോരട്ടെ. ഇല്ല വെച്ചോ. ഓക്കെ സെറ്റ്. അടിപൊളി. വിളക്ക് കത്തിച്ചു. നമ്മൾ കുതിര മുമ്പോട്ട് വലിക്കാൻ പോവാണ്. വാ വെച്ചോ. വാ പോട്ട്. ഉത്സവരംഗം മുളവന്നത് തളിരാർന്നിത് പരമായി നിരയായി കരളിൻ നിറയായി വിളയുവൻ കനകനൽ കരിയുവൻ. നമ്മൾ അമ്പലത്തിൽ അങ്ങനെ എത്താറായി. ഇനി അറൗണ്ട് ഒരു 300-400 മീറ്ററും കൂടെ കണ്ടോ. റോഡിന്റെ സൈഡിൽ കൂടെ നമ്മൾ ഇങ്ങനെ കുതിരയെ ഇങ്ങനെ വലിച്ചുകൊണ്ട് വരും. കണ്ടോ, ഇതൊന്ന്, ഇത് രണ്ട്. പിള്ളേരെ പാട്ടെന്ന് പാടിയ വെൽ സെറ്റപ്പിലാണ് കണ്ടോ. രക്ഷകരെ ഒന്ന് നോക്കി തിരിയടാ. നെഞ്ചകമോ കൊടിയേറ്റിയതൻ ഭാവുകമോ കൊടിയേറിയതൻ നെഞ്ചകമോ കൊടിയേറ്റിയതൻ ഭാവുകമോ തുള്ളിത്തുടി കൊട്ടാൻ കോല
അകലയാ വരികയായി കതിരൊളികൾ അരികിലാ ഉണരും കരകണി കാൺമത് അമരോത്സവരംഗം മുളവന്നത് തളിരാർന്നിത് പരവായി നിരയായി കരളിൻ നിറയായി വിളയുവൻ കനകനൽ കരികൾ എന്താ കാര്യം പറയണ എന്തിന്റെ 5ാമത്തെ സിമ്മിന്റെ ജയിച്ചോ ജയിച്ചോ എവിടെ കനക ജൂലസിൽ പോ ചെലവ് ചെലവ് എടാ എടാ ഇവന്റ് തന്നെ റിസൾട്ട് ആണോ ഇവന്റ് തന്നെ റിസൾട്ട് ആണോ ഇവന്റ് തന്നെ ആണോ എന്ത് നീ തന്നെയാണോ ഉറപ്പാണ് 2 ജയശങ്കറുണ്ടോ ക്ലാസ്സില് മോൻ ജയിച്ചു ജയിച്ചെന്നല്ലല്ലോ 5ാമത്തെ സ്ഥാനം എന്നാണോ പറഞ്ഞേ അല്ലല്ല 5ാം സെമ്മ കിട്ടിയെന്ന് മതി ഇത് മതി മോൻ ജയിച്ചെന്ന് ബികോമിന്റെ റിസൾട്ട് വന്നതിന് സന്തോഷം എന്താ പോയോ അയ്യോ പോയോ ഈ കുതിര ഉണ്ടോ ഒട്ടും കുതിരയാണ് കണ്ട വലിയ കുതിരയാണ് പക്ഷെ ഇത് അകത്ത് കയറില്ല എല്ലാ വർഷവും ഇവിടെയാണ് പണിഞ്ഞിടുന്നത് പക്ഷെ നൈസാണ് ഇത് ദ്രോണ അടിപൊളി കണ്ടോ ഇവിടെ ഒരു ബാരിയർ വെച്ചിട്ടുണ്ട് കണ്ടോ അതിൻ്റെ മുകളിലോട്ട് ഉള്ള ഹൈറ്റിലുള്ള കുതിരകളൊന്നും കയറ്റില്ല കണ്ടോ പണി കഴിയില്ല അത്രയാകുമ്പോഴത്തേക്ക് പണി കഴിയും പറഞ്ഞ പോലെ ഋഷി ഇടയ്ക്ക് വെച്ച് കോളേജിൽ നിന്ന് വന്നായിരുന്നു എന്താണ് ഋഷി സുഖം തന്നെയല്ലേ കുറെ നാളായല്ലേ വ്ളോഗിലൊക്കെ ഐഫോണൊക്കെ എടുത്ത് സോറി ഗൈസ് എവിടെ ചെന്ന് ഐഫോണാന്ന് പറഞ്ഞത് കണ്ടോ ഈ കൂട്ടത്തിലുണ്ട് എല്ലാ കൂട്ടത്തിലുണ്ട് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല മതി ഇത് മതി അതെ ഇതൊക്കെ വ്ളോഗ് ഏറെ കഴിഞ്ഞു മച്ചാനെ കിട്ടി മോൻ 5ാമത്തെ സെമ്മ് കിട്ടിയെന്ന് ഇനി എന്ത് വേണം റിസൾട്ട് വന്നു എടാ മോനു കിച്ചു ഇനി വാ എന്താ ഈ വർഷത്തെ പിള്ളേർക്ക് ഇത്രയും പവർ എന്നറിയോ അല്ല അതുകൊണ്ടല്ല ഈ വർഷം ഇട്ടേക്കുന്ന എന്ത് ജേഴ്സിയാ പറയില്ല ആരാ ഞാൻ കാണിച്ചു പറയും വ്ളോഗില് കണ്ട നമ്മുടെ പേര് അതാ ഇപ്പൊ ഈ വർഷത്തെ പിള്ളേർക്ക് ഇത്രയും പവർ ഈ പവർ ഇച്ചിരി കൂടി പോയെന്ന് തോന്നുന്നു കണ്ടോ ഈ വർഷത്തെ പിള്ളേർക്ക് ഇത്രയും പവർ എന്ന് മനസ്സിലായോ എന്താ ജേഴ്സിയുടെ ഗുണോ ഇപ്പൊ നമ്മള് ചുറ്റുളങ്ങര അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് ആഹാ ഇഷ്ടംപോലെ കുതിരകൾ വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് ചുറ്റുളങ്ങര അമ്പലം അറിയാത്തവരാരും കാണത്തില്ലെന്ന് എനിക്കറിയാം അന്നേരം ഞാനങ്ങ് പറഞ്ഞ ഞാൻ അവിടെ ചെന്നിട്ട് ഓരോ കുതിരകളെ കാണിച്ചതേ ഓരോരുത്തരും ഉണ്ടാക്കിയ കുതിരയായിട്ട് ഇങ്ങനെ ദേവിയുടെ മുമ്പിൽ ദർശനം കഴിഞ്ഞിട്ട് ഈ കാണുന്ന ഗ്രൗണ്ടിൽ നിറച്ച് വെക്കും നമ്മളിപ്പോൾ നടക്കുന്ന സ്ഥലം ഉൾപ്പെടെ അതുകൊണ്ട് ആ കാണുന്ന ഗ്രൗണ്ടാണ് അതിന് കാണാവോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് അവിടെ ഗ്രൗണ്ട് ഉണ്ട് ആ കാണുന്ന ഗ്രൗണ്ടിൽ ഫുൾ കുതിരയായിരുന്നു ഇതുപോലെ അറേഞ്ച് ചെയ്തു കണ്ടോ ഓരോ ടീംസ് കൊണ്ടുവന്നുണ്ടോ അവരുടെ കുതിര കണ്ടോ ഇങ്ങനെ റിവേഴ്സിൽ കാഴ്ച കണ്ടത്തിലോട്ട് ഇങ്ങനെ ഇറക്കി വെക്കും കണ്ടോ നല്ല ഹൈറ്റുള്ള കുതിര അല്ലേ എനിക്കൊന്ന് 20 അടി കാണുമായിരിക്കും 20 അടിയുടെ അകത്ത് കാണുമായിരിക്കും നൈസ് അതുകൊണ്ട് ഒരു ക്യൂട്ട് കുതിര പോലെ ഉണ്ടോ ക്യൂട്ട് കുതിര കൊച്ചു കുതിര കണ്ടാ കൊച്ചു കുതിര ഇതുപോലെ ഓരോ സൈസിലും ഓരോ രീതിയിലും ഓരോ വ്യത്യസ്തമായ രീതികളിൽ ഇവിടെ കണ്ട അടുത്ത കുതിര അടുത്ത കുതിര പോലെ കണ്ടോ
അങ്ങനെ താണ്ട് നമ്മുടെ കുതിര കാഴ്ച കണ്ടത്തിൽ വെൽക്കുകയാണ് സുഹൃത്തുക്കളെ, വെക്കുകയാണ് കേട്ടാ. ഇവിടെ ഇനി വരാണ്ട് എന്താ കുറവാണ് ഈ പ്രാവശ്യം, കുറവാണ് അങ്ങനെ ഫീൽ ചെയ്യുന്നു. ഗ്രൗണ്ട് ശൂന്യമായിട്ടിരിക്കുന്നു. ഹലോ, കമന്റ് ചെയ്യണം, നല്ലതാണ്. അതെ അതെ, നമ്മുടെ കുതിര എങ്ങനെയുണ്ട്? ആ ഒന്ന് കുലിക്കാൻ നോക്കട്ടെ, എന്തേലും ഉണ്ടോ അതിനകത്ത്? ഗൈസ് ഇവിടെ മൊത്തം ആക്ച്വലി ഇത് വരേണ്ടതാണ്, സമയം കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് വരുമായിരിക്കും. ആ അറ്റത്ത് വെച്ചിട്ടുണ്ട്, ഇവിടായി. നമ്മുടെ കുതിര സെന്ററിൽ നമ്മൾ സ്ഥലം സെറ്റാക്കി നമ്മൾ ദേശം കെട്ടിയിടുന്നു. അതെന്താണ് അങ്ങനെ കെട്ടുന്നേ? ചുമ്മാ രസം. ക്യാമറ പ്രസൻസ് കിട്ടാൻ വേണ്ടി നമ്മുടെ അങ്ങോട്ട് മാറ്റുന്നുണ്ട്. അടുത്ത ടീം പോകുന്നുണ്ടോ? നൈസ്. ഇവിടെ നല്ല ലൈറ്റ് ഉണ്ടല്ലേ, ഈ കുതിരയോടെ വെക്കും. കുതിരയുടെ പേരെന്താ? നടക്കാണ്. ഈ കുതിരയുടെ പേരില്ല, നമ്മുടെ കുതിരയോടെ തിരക്കായി തുടങ്ങി. അങ്ങനെ നമ്മൾ കുതിര അമ്പലത്തിൽ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇങ്ങോട്ട് ഞാൻ പറയട്ടാ, ഇങ്ങനെ നാണിക്കല്ലേ. ഞാൻ ചോദിക്കട്ടെ, ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ. നമ്മുടെ കുതിര ഞാൻ പറയില്ല, ഇവിടെ ലൈറ്റ് ഉണ്ട്, ലൈറ്റ് വേണ്ടിയാ. നീ ഇത്രയും പറ, കുതിരയുടെ ജേണി പറ. എങ്ങനെയായിരുന്നു നമ്മൾ ഈ കുതിര തുടങ്ങിയത്? ജേണി പറ. തടിക്കാത്തോ? നീ ജേണി പറ. ഇങ്ങോട്ട് നോക്കി പറ. ജേണി നീ കൂടെ നിക്കടാ. എങ്ങനെ നമ്മൾ തുടങ്ങിയെന്ന്, ഇതിലോട്ട് എത്തിയത് നീ എങ്ങനെ തുടങ്ങിയ? കേട്ടോ, 9ാം ക്ലാസ്സിൽ ഒരു അഹങ്കാരത്തിന് തുടങ്ങിയ പരിപാടിയാണ്. നമ്മൾ 5 അടിയിൽ നിന്ന് നമ്മൾ 12 അടി വരെ എത്തിയിരിക്കുന്നു. അടുത്ത വർഷം നമ്മൾ 18 ആക്കിയിരിക്കുന്നത് എന്റെ ഭാഷയാണ്. അടുത്ത വർഷം ഗോപിയുടെ വക. ഇത് അമ്പലത്തിന്റെ ഫ്രണ്ട് വശമാണ്. കുതിരകൾ അങ്ങോട്ട് പോകുന്നു, നിറഞ്ഞൊഴുകുന്നു ഗൈസ് ആൾക്കാർ. കണ്ട ഇവിടെ നിന്ന് ഗ്രൗണ്ട് നോക്ക്, കാഴ്ച കണ്ട ഫുൾ ക്രൗഡഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. 2024 മീനഭരണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, മീനഭരണി കെട്ടുകാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നു. അതെ, ഇവിടെ ഇഷ്ടംപോലെ കെട്ടുകാഴ്ചകൾ വന്നിട്ടുണ്ട്. ഓരോന്നോരോന്നിട്ട് കാണാം അല്ലേ, ഒന്നും മിസ്സാക്കണ്ട. കണ്ടോ കെട്ടുകാഴ്ചകളൊക്കെ ഇരിക്കുന്നുണ്ടോ? അടുക്കി സെറ്റ് ആക്കി വിളക്കെ കത്തിച്ച് രണ്ട് സൈഡിലുണ്ട് കേട്ടോ. ഇവിടെ എവിടെയായിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. ഓരോന്നോരോന്നിട്ട് കാണാൻ പോയാൽ ആക്ച്വലി ഇത്തിരി സമയമെടുക്കും. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇത് കെട്ടുകാഴ്ചകൾ കൊണ്ടുവന്ന വീട്ടിലെ ആൾക്കാർ കണ്ടോ. ഇവിടെ പായൊക്കെ വിരിച്ച് ഇന്ന് ഇവര് ഇവിടെ ആയിരിക്കും സ്റ്റേ. നമ്മൾ ഉൾപ്പെടെ ഇവിടെ ആയിരിക്കും സ്റ്റേ. ചിലപ്പോൾ ഞാൻ കുറച്ച് കഴിയുമ്പോൾ വീട്ടിൽ പോകാം കേട്ടോ. പക്ഷേ മറ്റേ കുതിരകളെ കണ്ടിട്ട് എന്താണ് പറയാനുള്ളത്? നമ്മുടെ കുതിര തന്നെ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ്. കുഞ്ഞു മിനിയേച്ചർ കുതിരയാണ് കണ്ടോ. കുതിരയുടെയും ഭീമന്റെയും ഹനുമാന്റെ തന്നെ ഉണ്ട് കുഞ്ഞു മിനിയേച്ചർ. ഇത് കണ്ടോ, ആ കാണുന്ന സ്ഥലം കണ്ടോ, അതുകൊണ്ട് അതിന്റെ അകത്ത് സൂക്ഷിച്ചു കണ്ടോ. നമുക്ക് കണ്ടുകൊണ്ട് കാണത്തില്ല, അതിനകത്തൂടെ നോക്കിയാൽ ഗ്ലാസ്സിൽ കൂടെ നോക്കിയാലേ കാണത്തില്ല. കാണിച്ചില്ല പോയിന്റ് എവിടെ, എത്ര പോയിന്റ് വിഷയം കണ്ട് ഗൈസ്. കുഞ്ഞു കുതിര കണ്ട, കാണുന്നുണ്ടോ? കുഞ്ഞു കുതിര. ഇതിന്റെ അകത്ത് നോക്ക്, എന്റെ മോനെ കാണാവോ? കുഞ്ഞു അതിനെക്കാട്ടി കുഞ്ഞു കണ്ട. മിനിയേച്ചർ കണ്ടോ, സീൻ അടിപൊളി. ഉണ്ടാക്കി കറക്റ്റ് 13 കാര്യം കണ്ട, 13 ഉണ്ട്. എണ്ണി നോക്ക്, പെൻസിലിനകത്താടാ സീൻ. ഇത് പെൻസിലിനകത്താ കണ്ടോ, ഇതെല്ലാം പെൻസിലിനകത്ത് നോക്ക്. പെൻസിലിനകത്ത് സീൻ ഏറ്റവും മോനെ സീൻ നോക്ക്. സൂക്ഷിച്ചു നോക്കുമ്പോൾ ഒരു സാധനം കാണാം കണ്ട മുകളില്. അങ്ങനെ മൊത്തം 13 ധാരാണോ ഉണ്ടാക്കിയിട്ടില്ല. കൈസ് അടുത്ത സാധനം ഞാൻ പറഞ്ഞ 06 mm നമുക്ക് ഇതിനകത്തൂടെ നോക്കിയാൽ എന്തെങ്കിലും കാണത്തില്ല. സൂം ചെയ്ത് നോക്കാം. ഗ്ലാസ് കൂടെ നോക്കിയാൽ കാണത്തില്ല കേട്ടോ, അല്ലാതെ നോക്കി ഇങ്ങനെ കാണാം. സൂം ചെയ്താലും ഇതൊക്കെ ആയ ഉണ്ടാക്കിയെന്നും കൂടെ അറിയണമായിരുന്നു. ഒരു പ്രത്യേക ഭംഗിയാണ് ടീഷർട്ടിന്റെ പുറകില്.
അപ്പോൾ നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പം സമയം 8:09 ആയിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ വേണ്ടി എത്തി. സീറ്റ് ഉണ്ടോ? ഇവിടെ ഇരിക്കാം. ഇവിടെ ഇരിക്കട്ടോ. സീറ്റ് പിടിച്ച് ഗൈസ് ഇരിയണ എവിടെ പോകുന്നു ഗൈസ്. അപ്പോൾ ഫുഡ് വന്നു. ഫുഡ് കഴിച്ചിട്ട് വരാം. ഫുഡ് കഴിച്ചിട്ട് വന്ന് ഗൈസ് തീർന്നില്ല. ഇപ്പോഴും കുതിരകൾ അകത്തോട്ട് കയറിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കണ്ടോ? ഹലോ. ഓക്കെ. ആൻഡ് ഇപ്പോഴും കുതിരകൾ അകത്തോട്ട് കയറുന്നുണ്ടോ? എപ്പോഴും കുതിരകൾ അകത്തോട്ട് കയറിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇങ്ങനെ നേർന്ന് നോക്ക് വിഷയം കാണാൻ രസമുണ്ടല്ലേ? അയ്യോ നേരം കിടക്കുന്നുണ്ടോ? അകത്ത് ഭയങ്കര ബ്ലോക്കാണ് ഗൈസ്. കിടക്കാൻ വയ്യാത്തതാണ്. ഇറങ്ങുക. യൂഷ്വൽ എല്ലാ ഉത്സവങ്ങളെ പോലെ ക്ഷീണിച്ച് അവശനായി ഇവിടെ വെച്ച് ഈ വ്ലോഗ് വൈൻഡപ്പ് ചെയ്യുന്നു. പാതിരാത്രിയിൽ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. അതിൻ്റെ ഋഷി അവിടെ ഇട്ട് വണ്ടിയിൽ നിന്ന് ലൈറ്റ് ഇട്ടിട്ട് വേണം ഞാൻ വ്ലോഗ് വൈൻഡപ്പ് ചെയ്യാൻ. ഗൈസ് ഈ വീഡിയോ നിർത്തുന്നു. ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിക്കുക.